1% മാത്രമാണ് ഈ സർജറി കഴിയുമ്പോൾ അവൾ ജീവിക്കാൻ സാധ്യത. 1% ഉള്ളൂ. ബാക്കി 99% ഈ ഭൂമിയിൽ നിന്ന് വിട പറയാനാണ് സാധ്യത എന്ന് ഡോക്ടർ പറയുക. ആ ഡോക്ടർ പറയുമ്പോൾ അവരുടെ മാതാപിതാക്കൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടന്ന് കാണുന്നതിനേക്കാൾ നല്ലത് ഒന്നുകിൽ ആ 1% നിന്നുകൊണ്ട് അവൾ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ, ഇല്ലെങ്കിൽ ആ 99% നിന്നുകൊണ്ട് തന്നെ അവൾ മരണപ്പെട്ടു പോകട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് വിൽമ റൊഡോൾഫിന്റെ അമ്മയും അച്ഛനും ഉമ്മയും വാപ്പയും അമ്മയും അപ്പായും തീരുമാനിച്ചു സർജറിക്ക് വിധേയമാക്കി. അപ്പൊ അവൾ 4ാം ക്ലാസ് പഠിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്തു? സർജറി കഴിഞ്ഞു. സർജറി കഴിഞ്ഞപ്പോ ഈ 1% അവൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അവളുടെ ജീവൻ തിരിച്ചു കിട്ടി. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഈ സർജറി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് വിൽമയോട് ഡോക്ടർ ചോദിച്ചു, മോളെ നിന്റെ ആഗ്രഹം എന്താണ്? അപ്പൊ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? പഠിക്കുന്നു അല്ല, അവൾ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരിയാകണമെന്ന്. ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരിയാകണമെന്ന്. അവളെ PT ഉഷയൊക്കെ പോലെ ആകണമെന്ന് അവൾ ആഗ്രഹിച്ചു. പറ്റുമോ? നടക്കാത്തൊരാഗ്രഹം പറഞ്ഞു. കാരണം 2 കാലം തളർന്ന് ഡോക്ടർ 1% പറഞ്ഞിട്ടുള്ളൂ ജീവിക്കാൻ സാധ്യത. അങ്ങനെയുള്ള അവളുടെ ആഗ്രഹം